വേറൊന്നും ചെയ്യണ്ട. പക്ഷെ നോട്ടം മര്യാദക്ക് നോക്കണം എന്ന് മാത്രം. ആളെ കളിയാക്കിയിട്ടുള്ള നോട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ അതിന് പ്രതിഫലമുണ്ട്, അത് ആരാധനയാണ്. രണ്ടാമത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആനുൽ ശരീഫ് പാരായണം ചെയ്യാൻ അറിയില്ല, ഫാത്തിഹ പോലും അവൻ പഠിച്ചിട്ടില്ല, ഒരു സൂറത്തും അവൻ കാണാതെ പഠിച്ചിട്ടില്ല, അവന് ഓതാൻ അറിയില്ല എങ്കിൽ തന്നെ ആ ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ അത് ആരാധനയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാമത് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, നോക്കിയിരുന്നാൽ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു വിഭാഗം, മറ്റൊരു ഇനമുള്ളത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബ ശരീഫ. ഒരു റിപ്പോർട്ട് പ്രകാരം അള്ളാഹുവിന്റെ ദീൻ പഠിച്ച പണ്ഡിതന്മാരെ മുഖത്തേക്ക് നോക്കിയിരിക്കലും അതും ആരാധനയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയും മുഖത്തേക്ക് ഇരുന്നാൽ അത് ആരാധനയാണ്. സ്വന്തം ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത് ആരാധനയാണ്. കഅബാലയത്തിലേക്ക് നോക്കലും ആരാധനയാണ്. പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കലും ആരാധനയാണ്. അറിയോ, ഹബീബായ നബി തങ്ങള് അവിടുത്തെ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, സ്വഹാബാ മാമിൻ റജുലിൻ യൻദുറു ഇലാ ഉമ്മിഹി നദറ റഹ്മ. ഏതെങ്കിലും നിങ്ങളെ സമുദായത്തിലുള്ള മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനാ അവന്റെ ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ ഇല്ലാ കാനത് ലഹു ഹജ്ജതൻ മഖബൂലതുൻ മബ്റൂറാ, പരിപൂർണമായ ഒരു ഹജ്ജ് നിർവഹിച്ച കൂലിയാ. സ്നേഹത്തോടുകൂടെ മാതാവിന്റെ മുഖത്തേക്ക് നോക്കുന്നതിന് അല്ലാഹു തആല നൽകുകയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിനോട് ഉമ്മയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടുകൂടെയുള്ള നോട്ടമല്ല. സുബ്ഹാനല്ലാഹ്, ക്രിക്കറ്റ് കളിക്കുന്നതിനിടയില് ഏതെങ്കിലും ടിവിയിലുള്ള പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയില് നമ്മുടെ മാതാവ് വിളിക്കുമ്പോ നമ്മളൊരു നോട്ടം നോക്കാനുണ്ട്. ആ നോട്ടമല്ല ഞാൻ ഈ പറയുന്നത്. വാത്സല്യത്തോടെയും കാരുണ്യത്തോടെയും നമ്മുടെ മാതാവിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ ഇല്ലാ കാനത് ലഹു ഹജ്ജത്തുൻ മഖബൂല, അത് പൂർണ്ണമായൊരു ഹജ്ജ് നിർവഹിച്ച പ്രതിഫലവും ഒരൊറ്റ നോട്ടത്തിന് പടച്ച തമ്പുരാന് നൽകുമെന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, വഇന്നദറ ഇലൈഹാ ഫിൽ യൗമി 100 മറ, ഒരു ദിവസം ഒരു ഉമ്മയുടെ മുഖത്തേക്ക് 100 തവണയാണോ നോക്കുന്നതെങ്കിലോ എന്നാ 100 ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുമോ? ഒരു പ്രാവശ്യം നോക്കിയാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലമുണ്ടെന്ന് അങ്ങ് പഠിപ്പിച്ചല്ലോ. എന്നാൽ ഒരു ഉമ്മയുടെ മുഖത്തേക്ക് 100 തവണ നോക്കിയാൽ അതിനും ഹജ്ജിന്റെ പ്രതിഫലമുണ്ടോ? ഈ സമയത്ത് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് റസൂലുള്ളാഹ് നബി തങ്ങൾ പറയുന്നു, വഇന്നദറ ഇലൈഹാ ഫിൽ യൗമി 100,000 മറ, നിന്റെ പോറ്റുമ്മയുടെയും വളർത്തുമ്മയുടെയും നിന്നെ വളർത്തിയ ഉമ്മയുടെയും മുഖത്ത് ഒരു ദിവസം 1000 പ്രാവശ്യമല്ല 1,00,000 പ്രാവശ്യം നീ നോക്കിയിരുന്നാൽ അതിന് 1,00,000 ഹജ്ജ് ചെയ്ത പ്രതിഫലം യജമാനനായ റബ്ബ് തആല നൽകുമെന്ന് ഞാൻ പറഞ്ഞതല്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടുപോയ ഞങ്ങളെ മാതാക്കൾക്ക് ഞങ്ങളോട് വെറുപ്പുണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഓ എന്റെ ഉപ്പമാരെ, വാർദ്ധക്യമെത്തി നമുക്ക്. നമ്മുടെ ഉമ്മ ഇന്ന് ഖബറിലാണോ? നമ്മുടെ ഉപ്പ ഇന്ന് ഖബറിലാണോ? എന്നാൽ മരണപ്പെട്ടുപോയ ഉപ്പയുടെ പൊരുത്തം കിട്ടാൻ ഹബീബായ നബി തങ്ങൾ ചില പരിഹാരങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാ ഉപ്പയുടെ പൊരുത്തം, മരണപ്പെട്ടുപോയ ഉപ്പയുടെ പൊരുത്തം കിട്ടാൻ എന്ത് ചെയ്യണം? ഉമ്മ
ഉമ്മാനെ ഞാൻ അറിയാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്, അറിയാതെ പറ്റിപ്പോയ പിണക്കമാണ്. ആ പിണക്കം മാറാതെയാണല്ലോ എന്റെ ഉമ്മ സക്കറാത്തിന്റെ ഹാലിൽ മരണപ്പെട്ടു പോയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ആ ഉമ്മയുടെ കബറിന്റെ അടുക്കൽ ചെല്ലുക, ആ ഉമ്മയുടെ കബറിന്റെ അടുക്കൽ ചെല്ലുക. എന്നിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആയിരിക്കുകയാണെങ്കിൽ ആ മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തം നിനക്ക് ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് റസൂലുള്ളാഹ്. അറിയോ, ബഹുമാനപ്പെട്ട മഹാന്മാര് പഠിപ്പിക്കുന്നു, നിന്റെ ആരാധനയാവണമെങ്കിൽ, നീ പഠിച്ച ഇൽമാവണമെങ്കിൽ, നീ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങൾക്ക് പടച്ച റബ്ബിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടണമെങ്കിൽ, അതേ നീ കൊടുത്ത സ്വതക്കയുടെ പ്രതിഫലം നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ മാതാവിന്റെ പൊരുത്തം ഉണ്ടായേ തീരൂ, ഉമ്മയുടെ പൊരുത്തം ഉണ്ടായേ തീരൂ. അവരെ വെറുപ്പിച്ചുകൊണ്ട് 2 റകഅത്ത് നിസ്കരിച്ചാലോ, അത് സുന്നത്തായാലും ഫർദായാലും ലാ യഖ്ബലു മിൻഹു സുർഫൻ വലാ അദ്ലാ, അല്ലാഹു തആല അവന്റെ ഒരു ആരാധനയും സ്വീകരിക്കുകയില്ലെന്ന് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു തക്ക പ്രതിഫലം നൽകുമാറാകട്ടെ. അവരോടുള്ള പിണക്കം മാറ്റി ഇഷ്ടപ്പെട്ട മക്കളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദര, നമ്മൾ വളരെ കൂടുതൽ